കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ അവിടുന്ന് ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവും പോലെയാകും നീ. ബൈബിൾ. ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അതുല്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ നാം അനുഭവിച്ചറിയുന്നു. പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും സൂക്ഷ്മ കണികകൾ പോലും ദൈവത്തിൻ്റെ പരസ്യങ്ങളാണ്, ദൈവത്തിലേക്കുള്ള ചൂണ്ടുപലകകളാണ്. ഈ പ്രപഞ്ചത്തെയും അതിലുള്ള സർവ്വതിനെയും സൃഷ്ടിക്കുകയും യഥാസ്ഥാനത്തുറപ്പിക്കുകയും ചെയ്ത ദൈവത്തെ സകല സൃഷ്ടികളിലും കണ്ട് സ്തുതിക്കുവിൻ എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ സൃഷ്ടലോകത്തിൻ്റെ ബ്രഹ്മാണ്ഡത്തിൽ അന്തം വിട്ടു നിൽക്കുന്നില്ല ദൈവിക മനുഷ്യർ. മറിച്ച് സൃഷ്ടിയുടെ അത്ഭുത മഹിമാവിൽ അലിഞ്ഞു നിന്നുകൊണ്ട് ഓരോ സൃഷ്ടിയെയും സ്വഭവനത്തിലെ സഹോദരനും സഹോദരിയുമായി ആശ്ലേഷിച്ച് ദ്വിതീയ ക്രിസ്തു എന്ന നാമത്തിന് അർഹനായ സെന്റ് ഫ്രാൻസിസ് അസീസി 12-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ അസീസി പട്ടണത്തിൽ അതിസമ്പന്ന കുടുംബത്തിൽ പട്ടുവസ്ത്ര വ്യാപാരിയുടെ മകനായി ജനിച്ചു. ഉന്നത പദവികൾ തേടിയുള്ള തന്റെ ജീവിത പ്രയാണത്തിൽ തന്റെ യൗവനത്തിളപ്പിൽ വിരുന്നിന്റെ വിഭവ സമൃദ്ധിയിൽ നിന്ന് വിശുദ്ധനാകാൻ കഴിയില്ലെന്ന ദൈവസ്വരം കാതുകളിൽ മുഴങ്ങി. ആ നിമിഷം തന്നെ ലോകസമ്പത്തിനെ ഉച്ഛിഷ്ടം പോലെ വലിച്ചെറിഞ്ഞ് ഈശോയിൽ ലോകത്തെ കീഴടക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവൻ. അതെ, 800 വർഷം പിന്നിട്ടിട്ടും ലോകം ആദരിക്കുന്ന, ലോകത്തെ ആകർഷിക്കുന്ന സെന്റ് ഫ്രാൻസിസ്. എൻ്റെ ദൈവം എൻ്റെ സമസ്തവും എന്ന് ഉദ്ഘോഷിച്ച് ദൈവത്തെ പിതാവും സചേതനവും അചേതനവുമായ സൃഷ്ടികളെ സഹോദരങ്ങളുമായി കണ്ട് അവയോട് ചേർന്ന് ദൈവത്തിന് ആരാധനയർപ്പിച്ചവൻ. അദ്ദേഹത്തിൻ്റെ ചൈതന്യത്തിൽ ആകൃഷ്ടരായി ഇന്നും പിൻഗാമികളുടെ നിലയ്ക്കാത്ത പ്രവാഹം തുടരുന്നു. അതിലൊരു കണിക മാത്രം പേരാമ്പ്രയിലെ FCC കോൺഗ്രിഗേഷൻ. ഈ ദിവ്യ ചൈതന്യത്തെ നാടിന് പകരുവാൻ സെന്റ് ഫ്രാൻസിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇവിടെ നിലകൊള്ളുന്നു. ഇതിനനുവദിച്ച് സർവശക്തനായ ദൈവത്തിന് അനവരതം നന്ദി. സെന്റ് ഫ്രാൻസിസിലൂടെ അനന്ത നന്മകൾ ഏറ്റുവാങ്ങുന്ന നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്മരണയുടെ ഈ 800-ാം വർഷം ആനന്ദവും അനുഗ്രഹവും നിറഞ്ഞതാവട്ടെ. സഭയാം ദേവാലയം പണി ചെയ്തുയർത്തിടുവാൻ സ്വർഗം നിയോഗിച്ച സ്നേഹശില്പി, 2-ാം ക്രിസ്തുവെന്ന നാമധാരി വിശുദ്ധനാം ഫ്രാൻസിസ് അസീസി, ക്രിസ്തുവിന്റെ പ്രിയ സ്നേഹസാക്ഷി. ക്രൂശിതനെ വാരിപ്പുണർന്നു നീ ചൊല്ലി, എന്റെ ദൈവമേ, എന്റെ സർവസ്വമേ. ആഡംബരത്തിന്റെ പട്ടുചേലകൾ ആത്മനാഥനായി നീ ദൂരെ എറിഞ്ഞു. ആഡംബരത്തിന്റെ പട്ടുചേലകൾ ആത്മനാഥനായി നീ ദൂരെ എറിഞ്ഞു. ദാരിദ്ര്യം എന്നും നിൻ പ്രിയവധുവായി തീർന്നു. നഗ്നപാതനായി എങ്ങും നീ നടന്നു. ദാരിദ്ര്യം എന്നും നിൻ പ്രിയവധുവായി തീർന്നു. നഗ്നപാതനായി എങ്ങും നീ നടന്നു.
സൂര്യചന്ദ്ര താരങ്ങൾ സോദരങ്ങളായി പ്രകൃതി തൻ മധ്യസ്ഥനായി ചരിച്ചു. സൂര്യചന്ദ്ര താരങ്ങൾ സോദരങ്ങളായി പ്രകൃതി തൻ മധ്യസ്ഥനായി ചരിച്ചു. സൃഷ്ടികളിൽ സൃഷ്ടാവിൻ മഹത്വം ദർശിച്ചു. സമാധാന സുവിശേഷം നീ പകർന്നു. സൃഷ്ടികളിൽ സൃഷ്ടാവിൻ മഹത്വം ദർശിച്ചു. സമാധാന സുവിശേഷം നീ പകർന്നു. തിരുസഭയാം ദേവാലയം പണി ചെയ്തുയർത്തിയിടുവാൻ സ്വർഗം നിയോഗിച്ച സ്നേഹശില്പി രണ്ടാം ക്രിസ്തുവെന്ന നാമധാരി. രണ്ടാം ക്രിസ്തുവെന്ന നാമധാരി. രണ്ടാം ക്രിസ്തുവെന്ന നാമധാരി.